ഓക്കെ. അത് പറഞ്ഞു കേട്ടോ. ഞാൻ ഓൾറെഡി എടുക്കേണ്ട ട്രേഡാണ്. കുഴപ്പമില്ല. ഞാനത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലൈവ് നേരത്തെ കയറിയത്. ഓക്കെ. ഇത് കാണുന്നുണ്ടോ? ഞാൻ ആദ്യം ട്രേഡ് പറഞ്ഞുതരാം. മാർക്കറ്റ് 180 ഒരു ബൗൺസ് ഈ ഒരു ഡിപ്പിൽ ആക്ച്വലി ഇതിനകത്ത് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ പറക്കുന്നു. ഓക്കെ, ഞാൻ എടുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് കിട്ടേണ്ട ലാഭം ഞാൻ ഓൾറെഡി അതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞു. സോ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. 234 ഇല്ല, അതിൻ്റെ ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റാവും, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതായിരുന്നു ആ ട്രേഡ്. 184 ട്രേഡായിരുന്നു. അത് ഇനിയും കയറും. ആക്ച്വലി ഇത് 260 മേളിൽ കയറി പോകാനുള്ള ട്രേഡാണ്. എന്നാലും മതി. അതൊക്കെ അതിൻ്റെ മാക്സിമം ആണ്. ഇത് ഇതിൻ്റെ അകത്ത് 220, 240, 260 എന്നുള്ള 3 ടാർഗറ്റാണ്. 220 ഹിറ്റ് ചെയ്തു, 240 അത് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ടാർഗറ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വിടുമ്പോഴേക്കും ഇനി കുറച്ച് ദൂരം പോകാനുണ്ട്. ഇത് ഓൾമോസ്റ്റ് 250 പ്ലസ് 252 റേഞ്ചിലൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇത് ഇതിനകത്ത് കണക്ക് ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഹിറ്റ് ചെയ്തത്. ഇവിടെ ഹിറ്റ് ചെയ്യേണ്ടതിന് പകരം ഇവിടെ ഹിറ്റ് ചെയ്തതിന് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ട്. പറഞ്ഞാൽ ഇച്ചിരി ടഫാണ്. ഓപ്ഷൻസ് കംപ്ലീറ്റ്ലി പഠിപ്പിക്കേണ്ടി വരും. സോ ഹെഡിങ് ടു ഫൈനൽ ടാർഗറ്റ്. ഇതിനുള്ളിൽ ഞാൻ ഓൾറെഡി എനിക്ക് നല്ലൊരു മൊമെന്റ് കിട്ടിയപ്പോൾ ഞാൻ ഇതിനുള്ളിൽ എക്സിറ്റ് ചെയ്തു. 220 ഫസ്റ്റ് ടാർഗറ്റ് വന്നപ്പോൾ ഞാൻ അതിനകത്ത് എക്സിറ്റ് ചെയ്തു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സോ നിങ്ങൾ ഓപ്ഷൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഇതിനകത്തൊരു ട്രേഡ് ഉണ്ടായിരുന്നു. കറക്റ്റ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 184 to 190 എന്നുള്ള ഒരു ബൈയിങ് പ്രൈസ് ആയിരുന്നു. നമ്മൾ കയറുമ്പോൾ, നമ്മൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 196 പോയിരുന്നു. 196 അത് 230 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. സോ ഫൈനൽ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യാണ്. എനിക്ക് ആക്ച്വലി ഈ എൻട്രി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 മിനിറ്റ് നേരത്തെ കയറിയത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ലൈവ് ഓപ്പൺ ചെയ്ത് ഞാൻ സ്ട്രീം ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റിന് മേളിൽ കയറിപ്പോയി. സ്ലോ മൂവിങ് ആണ്. ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയൊരു റെസിസ്റ്റൻസിനകത്ത് എടുക്കാം. പക്ഷെ കാണുന്നുണ്ട് ഇത്രേ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് ഉണ്ട്. ഇവിടുന്ന് കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഇത് വിഴുന്ന് ഇങ്ങനെ വന്ന് ഇതിനെ റീടെസ്റ്റിംഗ് എന്നുള്ള ഒരു സ്ഥലത്ത്, ഇത് 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോയാൽ ഇതൊരു റീടെസ്റ്റിംഗ് ആണ്. ഞാൻ ടൈം ഫ്രെയിം ഒന്ന് മാറ്റി കാണിച്ചു തരാം. 2 മിനിറ്റിലേക്ക് വെറുതെ പോവാം. ഇത് കാണുന്നുണ്ടോ? ഇത് ഈ ഒരു ഏരിയ, ഇത് ഞാൻ ബുക്ക് ചെയ്ത ഇടവാ. ഇവിടെ നിന്ന് ഒരു കവർ ചെയ്ത് തിരിച്ച് വരുന്ന ഒരു ട്രേഡാണ് ഇത്. ഇവിടെ നിന്നാണ് ഇതിനെ ഷോർട്ട് ചെയ്യാനുള്ള ഈ ഒരു പൊസിഷൻ. 520 താഴെ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യണം. ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ വെച്ചിട്ട് സ്കാൽപ്പിംഗ് ട്രേഡ് ആയിരുന്നു. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സെക്കൻഡ് ടാർഗറ്റ് ഇന്നത്തെ ഡേ ലോ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഡേ ലോയുടെ ഈ ഒരു ബോക്സ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സ്ലൈഡിങ് മാർക്കറ്റാണ്. ഇതൊരു ട്രെൻഡ് എന്താണെന്നുള്ളത് ഇനി പറയേണ്ട കാര്യമില്ല. ഇത്രയും നല്ലൊരു ചാർട്ട് എടുത്തിട്ടിട്ട് ഇനി അതിൻ്റെ അകത്ത് ട്രെൻഡ് പറയേണ്ട ആവശ്യമില്ല. സോ ഈ സൈഡിൽ ഒരു പൊസിഷനും ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയക്ക് മേളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ. ഇവിടെ നമ്മളവിടെ ഒരു എൻട്രി 208 റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. തിരിച്ച് വീണ്ടും സിംഗിൾ ഒരു കുഞ്ഞ് ട്രേഡിന്റെ കാര്യമാണ്. ഫുൾ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് 184, 190 താഴെയായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10-12 പോയിന്റ്. ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുഞ്ഞ് മൂവേ വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഇനി എനിക്ക് ഹിറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിന് താഴെ ക്ലോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇനി അടുത്തുള്ള ഒരു വലിയൊരു ടാർഗറ്റിന് വേണ്ടിയിട്ടുണ്ട്. അത് ഞാനും കയറും അടുത്തൊരു ട്രേഡ് വരുവാണെങ്കിൽ. ഇതിപ്പോ വേണമെങ്കിലും ട്രേഡ് കയറാം. ഇച്ചിരി റിസ്കിയാണ്. പ്രീമിയം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പാനിക് ആയി പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇച്ചിരി റിസ്കി എന്ന് പറഞ്ഞത്. ഓക്കെ, ഓക്കെ. 210 അല്ലേ? ഓക്കെ, 210, 212 അല്ലേ? അടുത്തൊരു 212 മേളിൽ വരാണെങ്കിൽ ഇത് നോക്കാന്നുള്ള ഒരു ഏരിയ ആണ്. അതവിടെ കിടന്നോട്ടെ, നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണ്ട. ഇപ്പോൾ ഒരു സൈഡ് വേസ് പിടിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു റീടെസ്റ്റിംഗ് എൻട്രി ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് തട്ടി ചിലപ്പോൾ വീഴുന്നു കഴിഞ്ഞാൽ
ഇവിടെ നിന്ന് ചിലപ്പോൾ ഈ സൈഡിലേക്ക് പോയാൽ പിന്നെ നമ്മൾ പാനിക്കാവും. ഇപ്പം വലിയ കൺട്രോൾ ചെറിയൊരു ട്രേഡ് വേണമെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാം എന്നുള്ളതേ അതിനകത്തുള്ളൂ. പ്രീമിയത്തിനകത്ത് എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റി കുറച്ച് വേണമെങ്കിലൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതിനൊരു പ്ലേസിൽ വേണമെങ്കിൽ നോക്കാമെന്നുള്ളതാണ്. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, കുറച്ച് പേരുണ്ട്. ആക്ച്വലി നല്ലൊരു ട്രേഡ് അവിടെ കഴിഞ്ഞു പോയി. ഇതൊരു ഷോർട്ട് സ്കാൽപ്പ് എന്നുള്ളൊരു പൊസിഷൻ മാത്രമേ അതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. എടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ക്യാൻഡിൽസ് കൺഫ്യൂസിങ് ആണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ട്രേഡ് പെർഫെക്റ്റ്ലി പറയാനില്ല. റിസ്കി ട്രേഡ്സ് മാത്രമേ ഉള്ളൂ. റിസ്കി ട്രേഡ്സ് ഞാനിവിടെ പബ്ലിക്കിൽ ഷെയർ ചെയ്യാറില്ല. നല്ല ട്രേഡ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഡിപ്പ് വന്നപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നു ഒരു 192 മേളിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, അത് പോയി. ഇതിന് ഒരു സ്കാൽപ്പിംഗ് വളരെ വലിയൊരു പവർഫുൾ മൂവ്മെന്റം ആയിരിക്കാം, പക്ഷെ റിസ്ക് ഉണ്ട്. അടുത്ത സെക്കൻഡ് വേണമെങ്കിൽ മെസ്സൽ അടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ടാർജറ്റ് കുറവാണ്, അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്. എസ്എല്ലും ചെറുതാണ്, ടാർജറ്റും കുറവാണ് എന്നുള്ളതാണ് എൻ്റെ. ഓക്കെ, വേറെ മാർക്കറ്റിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് ആ ഒരു ട്രേഡ് കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നിഫ്റ്റി 50 ഇപ്പോൾ 760 ആയി. ഹിൻഡാൽകോ നമ്മളവിടെ എടുത്ത ട്രേഡാണല്ലേ, എക്സിറ്റ്. മഞ്ജുരി മെസ്സേജ് പോയെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഇല്ല, നിന്നിങ്ങനെ നിൽക്കുവാണ്. വരേണ്ടതാണ്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റിലേക്ക് പോയേക്കാം. റിസ്കി സ്കാൽപ്പേഴ്സ് ഇപ്പോൾ ഞാൻ ഒഴിവാക്കി. 256 ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പോലും പറ്റി കാണില്ല, അത് ഒഴിവാക്കി പോയി. ഓക്കെ, സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഞാനത് ക്ലോസ് ചെയ്യാണ്, എൻ്റെ ഡേ ട്രേഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ 212 ഒരു ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു വന്നപ്പോൾ ട്രിഗറായി 252 വിട്ടു. 50 പോയിന്റ്, എത്ര 34 37 3 മിനിറ്റ് കൊണ്ടിട്ട് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബിനു ഉണ്ട്, കിഷോർ സ്റ്റുഡൻറ്. ഇന്ന് സ്റ്റുഡൻസ് കുറവാണല്ലോ, എന്ത് പറ്റി? ഓക്കെ, കുഴപ്പമില്ല, സജ്ജിലുണ്ടല്ലേ. ഓക്കെ, ഓൾമോസ്റ്റ് ടാർഗറ്റ് 420-നും 400 ഇടയിലുള്ള ഒരു ബോക്സ് ഞാൻ പറഞ്ഞല്ലേ, ഓപ്പണിംഗ് റേഞ്ച് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഞാൻ ഇതിനകത്ത് എൻ്റെ ട്രേഡിംഗ് മെത്തേഡ്സ് ഫ്രീ ആയിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് പറയാറുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഒരുമിച്ച് വന്നിരുന്ന് പഠിച്ച് ട്രേഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യേണ്ടതുള്ളൂ. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിന്റെ ഇന്നത്തെ ഓപ്പണിംഗ് ലോ ഹിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കടമ്പ. ഓൾമോസ്റ്റ് ലൈന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഇനി ഈ നമ്പർ എന്നുള്ള ഒരു ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു ബിഗിനർ ആണ് അങ്ങനെ ചിന്തിക്കുക. ഏകദേശം നമ്മുടെ ഏരിയ എത്തിക്കഴിഞ്ഞാൽ ലാഭം കിട്ടി എന്ന് തോന്നിയാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 250 മേളിൽ 240 ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, 260 വെച്ചിട്ടുണ്ടായിരുന്നു. 60 അടുത്തേക്ക് പോകുന്ന കണ്ടു, സോ ഒഴിവാക്കി. 260 ഹിറ്റ് ചെയ്തു, കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തു ഞാൻ. പക്ഷെ 260 ടാർഗറ്റ് ലൈന് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് വന്ന് ഒരു 257 വന്നിട്ട് ഇത് അതുപോലെ തിരിച്ചിറങ്ങും, 200 തിരിച്ചിറങ്ങും. ലാഭം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 പോയിന്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ലാഭം എടുക്കാൻ പറ്റില്ല. ഇതിപ്പോ 40 പോയിന്റേ ഉള്ളൂ അല്ലേ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച. 50 പോയിന്റ് ഇല്ല, 40 പോയിന്റേ ഉള്ളൂ. ഓക്കെ, 40 പോയിന്റ് മാന്യമായിട്ടുള്ള ഒരു ലാഭമാണ്. അത്യാവശ്യം നമ്മളൊരു 5 to 10 ക്വാണ്ടിറ്റിക്ക് അകത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ട്രേഡ്സ് എടുക്കുമ്പോഴേക്കും
ഇന്നത്തെ ഡേ തീരും. അതാണ് എന്റെ കാൽക്കുലേഷൻ. 3 ടാർഗറ്റ് ഇന്നത്തെ ഏകദേശം എത്ര 15-20 മിനിറ്റിൽ ഹിറ്റായി പോയി. അപ്പൊ പിന്നെ ഞാൻ നിർത്തി, ഇനി ഞാൻ കയറുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട് മാർക്കറ്റ് ഇതാണ് സംഭവിക്കുന്നത്. മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വന്നു. ഇന്നത്തെ ടാർഗറ്റ് നമ്മൾ ലൈന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ലൈനിൽ വന്ന് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യുന്നു. നല്ലത് തന്നെ. ഇതിനെ ഒന്ന് മാറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, അതിന് ഹിറ്റ് ചെയ്യിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 മിനിറ്റ്സ് അത് ഹിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് ഹിറ്റായി പോയി. ഓക്കെ, കഴിഞ്ഞു. അതിന്റെ ടാർഗറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ, കഴിഞ്ഞില്ലേ? ഇതൊക്കെ കയറി പോകുന്നറിയാം. ഇത് ഇത്രയും കയറിപ്പോ നീ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലെവൽ എങ്ങാനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 240 അടുത്തൊരു ലെവല് കിടപ്പുണ്ട്. പക്ഷെ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാവിലത്തെ ആദ്യത്തെ 10 മിനിറ്റത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഈ അതിഭീകരമായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, മാന്യമായിട്ടുള്ള ലാഭം എടുക്കുക എന്നുള്ളതാണ്. സോ പോയി 290. പക്ഷെ ഞാൻ എന്റെ കംപ്ലീറ്റ് പൊസിഷനും ഒരൊറ്റ സിംഗിൾ പൊസിഷനിൽ ഇതേ ഇവിടെ തന്നെ അങ്ങ് ഒഴിവാക്കി. സാധാരണ നിങ്ങൾക്ക് അറിയാം, ഞാൻ അവിടെ 3 പ്രാവശ്യമായിട്ട് ഒഴിവാക്കാറുണ്ട്. ഒരു ടാർഗറ്റ്, 2 ടാർഗറ്റ്, 3ാമത്തെ ടാർഗറ്റ്, അല്ലെങ്കിൽ 1ാമത്തെ ടാർഗറ്റ്, 2ാമത്തെ ടാർഗറ്റ്, 3ാമത്തെ ടാർഗറ്റ്. ഇവിടെ ആണെങ്കിൽ ഒരു 272 to 278, 280ക്ക് താഴെ ഒഴിവാക്കും. 300 ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇതൊന്നും നമ്മൾ എപ്പോഴും വിചാരിക്കും, നമ്മളൊരു ട്രേഡ് എടുത്തു, നമ്മുടെ എക്സിറ്റ് പ്രോപ്പർ ആയിരുന്നില്ലല്ലോ എന്നുള്ളത്. എക്സിറ്റ് ഒരു മനുഷ്യനും സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരൊറ്റ വ്യക്തിക്കും പ്രോപ്പർ എക്സിറ്റ് കിട്ടത്തില്ല. എന്ത് എക്സിറ്റ് എടുത്തോ അതിലെ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അവിടെ 300 പോയോ 450 പോയോ ഒരു പ്രശ്നവും ഇല്ല. അത് അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല. ഓരോ ദിവസവും നമ്മൾ ഹാപ്പിനെസ്സോടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ട്രേഡ് നമുക്ക് ഈവൻ വേഴ്സ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് അതിന്റെ മേളിലൊരു എഡ്ജ് കിട്ടത്തില്ല. സോ ലാഭം നമ്മുടെ P&L നോക്കിയാൽ മതി. നമ്മൾ ഒരിക്കലും അവിടെ എല്ലാവരും എത്ര എടുത്തു എന്നുള്ളതല്ല, നമുക്ക് എത്ര എടുക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നമ്മുടെ റേഞ്ച് എന്താണെന്ന് നമ്മൾ ഫീൽ ചെയ്യുക. നമ്മുടെ റേഞ്ച് എത്തിയില്ല, ബാക്കിയുള്ളവരുടെ റേഞ്ചിലേക്ക് എത്തിയില്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ കയ്യിലൊരു 50K to ഒരു 1 lakh മേളിലൊക്കെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടൈമാണെന്ന് പറയുന്നത്. കാരണം ഒരു വേസ്റ്റ് ട്രേഡ് മതി നമ്മുടെ ക്യാപിറ്റലിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ. അപ്പോ ഒരു ട്രേഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു 10,000 വെച്ചിട്ട് നമുക്കൊരു മന്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഇല്ല. നമ്മളവിടെ നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ക്യാപിറ്റൽ വേണം. ഏറ്റവും ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ട്രേഡ് ചെയ്യാനാണ് സീരിയസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇന്നല്ല സീരിയസ് ആവാനില്ല. നിങ്ങൾ അടുത്തൊരു 2 വർഷത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാവണം, ഒരു കോർപ്പസ് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് അതിനെ കോമ്പൗണ്ട് ചെയ്യിക്കുക. അതിന്റെ ഒരു കുഞ്ഞു പെർസെന്റേജ് നമ്മൾ ട്രേഡിലേക്ക് കൊണ്ടുവരിക. ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തത് എന്റെ ക്യാപിറ്റലിന്റെ 10% or 5% ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. ഓപ്ഷൻ ബൈ ചെയ്യുന്നതുകൊണ്ട് മാന്യമായിട്ട് ഒരു ദിവസത്തേക്ക് കിട്ടാനുള്ള ലാഭം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനപ്പോ അതിന്റെ ഫുൾ ക്യാപിറ്റൽ കൊണ്ടുവന്നാലോ ഒരൊറ്റ ദിവസം കൊണ്ട് ചിലപ്പോ നമുക്ക് ലക്ഷങ്ങളുടെ ഇല്ലെങ്കിൽ ഒരു അതിനേക്കാളും വലിയൊരു പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ ഇൻ കേസ് അതിന്റെ റോങ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിലോ, ഇന്ന് ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് എന്റെ ക്യാപിറ്റൽ ഇന്ന് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയ എന്റെ ക്യാപിറ്റലിന്റെ 22% റിട്ടേൺ ആണ്. എന്റെ ഒറ്റ ദിവസം കൊണ്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് എന്റെ ക്യാപിറ്റൽ 20% ലോസിലേക്ക് പോയാലോ എനിക്കത് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെ വന്നാലും 80% ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് സർവൈവ് ചെയ്യും. പക്ഷെ അടുത്ത ദിവസം ഇതുപോലെ ഒരു 20% ലോസ് വന്നാലോ. സോ പ്ലാൻ യുവർ ക്യാപിറ്റൽ. നമ്മുടെ ക്യാപിറ്റൽ ഉള്ള കാലത്തോളം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡർ ആയിരിക്കും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡർ ആയിരിക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിന്റെ മേളിൽ നമുക്കൊരു കൺട്രോളും ഇല്ല എന്നുള്ളതാണ്. സോ കൺട്രോൾ യുവർ ക്യാപിറ്റൽ ആൻഡ് ട്രേഡ് സേഫ്. അപ്പോൾ നമ്മളിവിടെ 2 പ്രാവശ്യം എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് 184ന്റെ മേളിൽ, ആ സമയത്ത് നിങ്ങളില്ലായിരുന്നു. പേഴ്സണലി ഞാനും നിങ്ങൾക്ക് വേണ്ടി ലൈവ് വരുന്ന സമയത്ത് എനിക്ക് എൻട്രി എടുക്കാനും പറ്റിയില്ല. തിരിച്ച് 196ന്റെ മേളിൽ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിനകത്ത്, ഇല്ലെങ്കിൽ 208ന്റെ മേളിൽ, 208ന്റെ മേളിൽ ഒരു റിസ്കി ട്രേഡ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 220+ ഒരു ടാർഗറ്റ് ആയിരുന്നു അവിടെ കീപ്പ് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് കയറിപ്പോയി. ഞാനും അവിടെ ഒരു 212 വന്നപ്പോൾ ഞാൻ അവിടെ ഒരു എൻട്രി ട്രിഗർ ചെയ്തപ്പോൾ എടുത്തു. 240+ എനിക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നു. 260 ഫൈനൽ ടാർഗറ്റ് ഉണ്ടായിരുന്നു. 250 256 കണ്ടപ്പോൾ ഞാൻ ഒഴിവാക്കിയത്. 252 എന്റെ ഓർഡർ ട്രിഗർ ആയി ഇറങ്ങി 300 വരെ പോയിട്ടുണ്ട്. ടാർഗറ്റ് ലൈൻ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോ ഏറ്റവും കുഞ്ഞൊരു ട്രേഡിംഗ് മെത്തേഡാണ് അവിടെ പറഞ്ഞു തന്നത്. ഇച്ചിരി റിസ്കിയാണ് ഇത്. നിങ്ങൾ
ഫോക്കസ് ചെയ്യാനുള്ള ഞാൻ ഇന്ന് പറയുന്നതിൽ, ഈ ലൈവിനെ കാണുന്നതിൽ എന്റെ ഏറ്റവും വലിയ കൺസേൺ ഇതാണ്. ഞാനിതൊരു 3-3.5 വർഷമായിട്ട് ഇത് തന്നെ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷം ഇതിന്റെ മേളിൽ പേപ്പർ ട്രേഡ് ചെയ്യാനോ, ഇല്ലെങ്കിൽ മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യാം. ഞാൻ ഈ ചെയ്ത മെത്തേഡ് അതിൽ പഠിക്കണം, അതിന് ഓപ്ഷൻസ് എന്താണെന്ന് അറിയണം, തീറ്റ എന്താണെന്ന് അറിയണം, എക്സ്പയറിയെ കുറിച്ചിട്ട് നല്ല ബോധം വേണം, SL വെച്ചിട്ട് ഇറങ്ങി പോകാനുള്ള കഴിവ് വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത് തന്നെ ഉള്ളൂ. സോ എന്റെ ട്രേഡ് കണ്ടിട്ട് കോപ്പി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിനകത്ത് നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു, പറഞ്ഞു ചെറിയൊരു ലോസ്. ഇപ്പൊ നിങ്ങൾ ഒരു 2-3 ലോട്ടിൽ SL അടിച്ചു പോയാൽ നമുക്കത് അടുത്ത ട്രേഡിൽ കവർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കൂടിപ്പോയി ഒരു 1,000 റുപ്പീസിന്റെ ലോസ് അതൊരു വിഷയമുള്ള ഒരു പരിപാടിയല്ല. പക്ഷെ വലിയൊരു ക്യാപിറ്റൽ ഇല്ല, അത്യാവശ്യം ഒരു 40-50,000 ഇല്ല എൻ്റെ ഒറ്റ ക്വാണ്ടിറ്റി, ഒരു 10,000 താഴെ എൻ്റെ ക്യാപിറ്റൽ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് എടുക്കാൻ നമ്മുടെ ക്യാപിറ്റൽ. അതാണ് അവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ കൺസേണിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ്. അത് കയറി പോകുന്നുണ്ട്. ഞാൻ ഇത് ആക്ച്വലി ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാമായിരുന്നു, ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം ഡെയിലി ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ലിമിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ഹിറ്റ് ചെയ്തപ്പോൾ ഹിറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നത് ഒരു ദിവസത്തെ ടാർഗറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുക. അല്ലാണ്ട് ഇനിയും അത് വളരട്ടെ എന്ന് പറയുന്ന അതിന്റെ പേരെന്താണ്? ഗ്രീഡിനെസ് അല്ലേ? ആ ഗ്രീഡിനെസ് നമുക്ക് വരാൻ പാടില്ല. ഏകദേശം ഓൾമോസ്റ്റ് 180 സ്റ്റുഡൻസ് ഉള്ള ഒരു വ്യക്തി അവിടെ ഗ്രീഡിനെസ് കാണിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റുഡൻസും അത് തന്നെ ഫോളോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ ലാഭത്തിന്റെ നമ്പർ കൂടുതൽ കാണിച്ച എല്ലാവർക്കും ലാഭമുണ്ട് എന്ന് കാണിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ ട്രേഡിന്റെ മേളിൽ കൺട്രോൾ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. അതാണ് ഏറ്റവും ആവശ്യം. യഥാർത്ഥത്തിൽ ആ മൈൻഡ് സെറ്റ് ആണ് ആവശ്യം. സോ സ്റ്റുഡൻസിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും എൻ്റെ എൻട്രിയും എൻ്റെ P&L ഒക്കെ. പക്ഷെ ഇവിടെ ഇടാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പഠിച്ച ആൾക്കാരായിരിക്കാം, പഠിക്കാത്ത ആൾക്കാരായിരിക്കാം. സോ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കാൻ പാടില്ല. പഠിച്ച ആളിന് വേറൊരു രീതിക്ക് ചിന്തിക്കണം, പഠിക്കാത്ത ആൾക്കാർക്ക് വേറൊരു രീതിക്ക് ചിന്തിക്കണം. പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് എടുക്കണം എന്ന് തന്നെ ഇല്ല കേട്ടോ. സ്വന്തമായിട്ടിരുന്നാണെങ്കിലും ഒരു 2 വർഷമായിട്ട് ഞാൻ ഇതിന്റെ മേളിൽ അനാലിസിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച വ്യക്തി തന്നെയാണ്. സോ ഫോക്കസ് ഉണ്ട്. മാർക്കറ്റിന്റെ നല്ലൊരു ഫോളിംഗ് ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സെബിക്കകത്തൊരു ചെറിയൊരു നമുക്ക് നമ്മുടെ മേലിലൊരു ഇംപ്ലിമെന്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് ഫിൻനിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നാളെയാണ്. സോ ഒരുപാട് റീസൺസ് അതിന്റെ മേളിലുണ്ട്. അത് മാത്രമല്ല, ഇന്ന് പോസിറ്റീവ് എന്ന് പറയാൻ ഒരു സംഭവം ഇല്ലായിരുന്നു. റിലയൻസ് നെഗറ്റീവ് ആയിരുന്നു, HDFC ബാങ്കും ഇൻഫോസിസും US മാർക്കറ്റിലെ ADR-നകത്ത് നെഗറ്റീവ് ആയിരുന്നു. സോ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്രയും മേളിൽ നിൽക്കുമ്പോൾ വീഴാനുള്ള ഒരു പോസിബിലിറ്റി സിമ്പിൾ. വേറെ ഒന്നും അതിനകത്ത് എടുത്തില്ല, അനാലിസിസ് ഒന്നുമില്ല, എക്സ്ട്രീംലി വലിയൊരു അനാലിസിസ് ഒന്നുമില്ല. മാർക്കറ്റ് വീഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, വീഴുമ്പോൾ അതിനകത്ത് ഇന്ന് ചെറിയൊരു ലാഭം എടുത്ത് വെളിയിൽ പോയി എന്നുള്ളത് വളരെ വലിയൊരു മൂവ്മെന്റ് അതിനുശേഷം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ മേളിൽ ഇപ്പോൾ ഞാൻ ഇവിടെ പറയുമ്പോൾ എനിക്ക് അതിന് മിസ്സായി എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നില്ല. കാരണം അതെനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാറില്ല. അത് കയറി 360, 500, 700 പോയാലും ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇതുവരെ പോകാനുള്ള ടാർഗറ്റാണ് എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം പോയാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അല്ലെ 240 പോകാനുള്ള സാധ്യത ഉണ്ടെന്ന്. നമ്മൾ ഏതുവരെ പോയി? 254. ഇതാണ് അതിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ അടുത്ത ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അതിന്റെ കൂടെ നിന്നിട്ട് ഞാനും വീണ്ടും നിങ്ങളുടെ കൂടെ കയറാം എന്നുള്ളത്. പക്ഷെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്കത് കയറാൻ പറ്റത്തില്ല. സോ ഇതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പണ്ട് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇന്ന് ഫീ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രേഡ്സ് കംപ്ലീറ്റ്ലി ആ ഒരു ട്രേഡിനുള്ളിൽ ഏകദേശം ഒരു 3-4Kയുടെ പ്രോഫിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ ഒരു ലോസ് വരും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നതും ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതും. സോ അതൊരു ഓക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഇതിന്റെ 372 ഒക്കെ ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. ഓൾമോസ്റ്റ് 350, 400 വരെ പോകാനുള്ള ഒരു ഇത് എങ്ങാനും വിഴുന്നു പോയാൽ 240 വരുമ്പോഴേക്കും 400 കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ സ്കാൽപ്പറിന് അങ്ങനെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേര് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളതാണ്. സോ സ്കാൽപ്പിംഗ് മൈൻഡ് സെറ്റിൽ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇൻട്രാഡേ ട്രേഡറിന്റെ 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലും ബുക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതാണ് അതിലെ കോമഡി എന്ന് പറയുന്നത്. ഇതിലും ബുക്ക് ചെയ്യാണ്ട് ഞാൻ ഇത് 700 കൊടുക്കുള്ളൂ ഇല്ലെങ്കിൽ 500 കൊടുക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റിനകത്ത് ഒരു ബെയറിഷ് ക്യാൻഡലിൽ ട്രേഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. വീഴട്ടെ, അനാലിസിസ് തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ
പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്ത് വരുമ്പോഴാണ് റിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുക. സോ പാർഷ്യലി ബുക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അവിടെ ഞാൻ ഇപ്പോൾ നമ്മൾ ലൈവിൽ ഇരുന്നപ്പോൾ മഞ്ജു ഹിൻഡാൽക്കോടെ ഒരു എക്സിറ്റിനെ കുറിച്ച് ചോദിച്ചല്ലേ, അവിടെ കുറച്ച് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് മാർക്കറ്റ് എങ്ങാനും ഇത് കറക്റ്റ് ചെയ്തിട്ട് നാളെ ഇതിനൊരു കണ്ടിന്യൂറ്റി വന്നു കഴിഞ്ഞാൽ മെറ്റൽ സെക്ടർ ബുള്ളിഷ് ആയിരുന്നു. ആക്ച്വലി മെറ്റൽ സെക്ടർ എങ്ങാനും വീക്കായി പോയാൽ ആ കിട്ടിയ പ്രോഫിറ്റ് ചിലപ്പോൾ പിന്നീട് അടുത്ത ദിവസം കാണാൻ പറ്റുന്ന വരില്ല, പിന്നെ ഒരിക്കലും അടുത്ത ഇടയ്ക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പാർഷ്യലി ബുക്ക് ചെയ്യാൻ പറഞ്ഞതാണ്. സോ ഓൾമോസ്റ്റ് ഇത് ഡണ്ണാണ്. നമ്മൾ പറഞ്ഞ 400 ഞാൻ എൻ്റെ മനസ്സിൽ മാക്സിമം ഞാൻ ഉദ്ദേശിച്ചിരുന്ന 400 ഹിറ്റ് ചെയ്തു. പക്ഷെ ഇതിലും ചിലപ്പോൾ നിൽക്കണം എന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ 53 മാർക്കറ്റ് വീക്കാണ്. ഇപ്പോൾ വളരെ റീസെന്റ് ഇന്നലത്തെ ഒരു ന്യൂസ് പ്ലസ് ഇന്ന് സെബിയുടെ ഒരു ഇഷ്യൂ കിടക്കുന്നത് കൊണ്ട് മാർക്കറ്റ് വല്ലാണ്ട് വീക്കാകുന്നുണ്ട്. സോ ഇൻട്രാഡേ ട്രേഡർ വിൽ ഗെയിൻ സം മണി. ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം 2 ടാർഗറ്റും കഴിഞ്ഞു, എല്ലാ ട്രേഡ്സും തീർന്നിട്ടുണ്ട്. സോ തീർന്നു. ഇനി ഒരു സി എടുക്കാനും ഇല്ല, ഞാൻ സി ഒന്നും ഇതിൻ്റെ അകത്ത് എടുക്കാറില്ല, ഇത് കയറി പോട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ അനാലിസിസ് അവിടെ കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രേഡ് പറയണം എന്നുണ്ടായിരുന്നു, ആ ട്രേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത് കയറി വന്നു, അതിന്റെ ടാർഗറ്റും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് അതിന്റെ മേളിൽ കയറായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനത് കയറിയില്ല. ദാറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. ഇനിയും വീഴുവാണ്, അത് ഇടതടവ് ഇല്ലാതെ വീഴുവാണ്. അതായത് ഈ സ്ഥലത്ത് നിന്ന് ബൗൺസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വീഴും എന്നുള്ളതായിരുന്നു കാൽക്കുലേഷൻ. ഈ സ്ഥലത്ത് വന്ന് ബൗൺസ് ചെയ്യേണ്ടതാണ്, ഇന്നത്തെ റേഞ്ചിൽ ബൗൺസ് ചെയ്യേണ്ടത്. പക്ഷെ മാർക്കറ്റ് പെട്ടെന്ന് വീക്കായി. ഈ സ്ഥലത്ത് എത്തിയപ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീക്കായി. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ വീക്ക്നെസ് അറിയാൻ പറ്റത്തില്ല, ഇവിടെ എത്തുമ്പോഴേ ആ ഒരു വീക്ക്നെസ് അറിയാൻ പറ്റത്തുള്ളൂ. സോ അവിടെ എത്തിയപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം ആ വീക്ക്നെസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ട്രിഗറായി. ഈ ഒരു ക്യാൻഡലിന് ശേഷം ഭയങ്കരമായിട്ട് ആ ഒരു വീക്ക്നെസ് ട്രിഗറായി. ഉദ്ദേശിച്ചത് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യണം, 360 റേഞ്ചിൽ നിന്ന് ഇത് ബൗൺസ് ചെയ്യണം. 360-ന് 400-ന്റെ ഇടയിലുള്ള ഒരു 40 പോയിന്റിലേക്ക് 420-ന്റെ ഇടയിലുള്ള ഈ ഒരു 60 പോയിന്റിൽ നിന്ന് ഇത് റിവേഴ്സ് എടുത്ത് സൈഡ് വേസ് പോയേണ്ട, സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ പോകണമായിരുന്നു. പക്ഷെ അവിടെ നിന്നിട്ട് പെട്ടെന്ന് ഒരു സെൽ ഓഫ് വന്നിട്ട് അതിന്റെ തൊട്ടടുത്ത ടാർഗറ്റിലേക്ക് ഇത് പെട്ടെന്ന് സ്ലൈഡ് ചെയ്ത് വീഴുന്നു പോയി. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റോക്സ് പെട്ടെന്ന് ബെയറിഷായി. അപ്പോൾ ഈ ഒരു ബെയറിഷ്നെസ് നിഫ്റ്റിയുടെ മേളിൽ പതിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഇവിടെ നിന്നപ്പോൾ നമുക്കത് അറിയാമായിരുന്നു, അതേ ഉള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവിടെ എടുത്ത പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1:6 ആണ്. ഇത് ഓൾമോസ്റ്റ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും എടുക്കാൻ പറ്റത്തില്ല, എന്നാലും 1:40 എന്നുള്ളതാണ് അതിന്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അപൂർവം ചില ദിവസങ്ങളിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് അങ്ങനെ ഒരു ലാഭം കിട്ടാറുണ്ട്. ഇതിന്റെയൊക്കെ ROE എന്ന് പറയുന്നത് 100% ഒക്കെ ഓൾമോസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 100-ന് മേളിലായിട്ടുണ്ട് കേട്ടോ. 170 ഒരു 200-ന് മേടിച്ച് ഓൾമോസ്റ്റ് 500 എത്തി എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് അറൌണ്ട് 150% ROE എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ പക്ഷെ റിസ്കി സിറ്റുവേഷൻ ആണ്, എല്ലാം നമ്മൾ എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ലൈവ് കഴിഞ്ഞു. പി സൈഡിലാണ്. ആരെങ്കിലും സി സൈഡ് പോയിട്ടുണ്ടെങ്കിൽ ഇനി അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ലൈവ് വന്ന് തന്നെ ഒരു പി ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പി സൈഡിൽ ട്രേഡ് ചെയ്യാണ്ട് അപ്പോഴും സി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ആ എടുത്ത് പ്രീമിയം ഇപ്പോൾ ഓൾമോസ്റ്റ് 0-ലായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 10-20 റുപ്പീസിലോട്ട് പോയിട്ടുണ്ടാവും. 200 രൂപയുടെ പി എന്ന് പറയുന്നത്. സോ ഒന്നും പറയാനില്ല, പോകുന്നുണ്ടോ. അത് ചില സമയം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. ആക്ച്വലി ഇപ്പൊ ഈ ലൈവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനിടയിൽ എവിടെയെങ്കിലും വീണ്ടും ഒരു 2 ട്രേഡ് എടുക്കും ഇതേ പിയുടെ മേളിൽ. പക്ഷെ ലൈവിലായതുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തില്ല, അതേ ഉള്ളൂ. ഓക്കെ, അപ്പോ വേറെന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കഴിഞ്ഞതാ. ഈ ഒരു ട്രേഡൊക്കെ 500 ഒക്കെ അതിന്റെ മാക്സിമം എന്തൊക്കെ സംഭവമാണ്. അതിനും മേളിൽ കയറുന്നെങ്കിൽ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള സംഭവങ്ങളല്ല. മാർക്കറ്റിന്റെ രീതിക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ മേളിൽ പറയാനുള്ളത്. നമുക്ക് അതിനെ അനാലിസിസ് ചെയ്ത് എൻട്രി എടുത്തുകൊണ്ടിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾ ട്രേഡ് എടുത്തില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ. സി സൈഡിലാണെങ്കിൽ അതിനകത്ത് വേറെ ഒന്നും ചെയ്യല്ല. കാരണം പി സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പി സൈഡിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 9:30-യുടെ സെഷന് പകരം 9:27 തന്നെ ഓടി ലൈവിൽ വന്നത്. സോ പി സൈഡ് ആയിരുന്നിരിക്കണം. മോസ്റ്റ്ലി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലോട്ടാണെങ്കിൽ പോലും അത്യാവശ്യം മാന്യമായിട്ട് ഒരു 1000 റുപ്പീസിന് മേളിൽ കയറേണ്ടതാണ്. ഒരു ലോട്ട് ഒരു മനുഷ്യനും അങ്ങനെ എടുക്കാറില്ല, കുറവാണ് വളരെ. ശരി, എന്തായാലും ഓക്കെ. ഇത് ഇത്രയും ഈ നിന്ന സെഷനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ ട്രേഡ് സേഫ്. എനിക്കൊരു 2 ട്രേഡ് മിസ്സായിപ്പോയി. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. ഞാൻ ഒരു ട്രേഡ് കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത 2 ലെവല് വന്നപ്പോഴും എനിക്ക് കയറാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എനിക്ക് ചോദിക്കുക. ഇല്ല? ഓക്കെ, അപ്പം ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ.